ഹലോ, നമസ്കാരം. ഓരോ ജനറേഷൻസിനും അവരുടേതായ ഒരു സൂപ്പർ ഹീറോസ് ഉണ്ട് അല്ലെ? ഇപ്പൊ നമ്മൾ ആദ്യം കണ്ട സ്പൈഡർമാൻ, സൂപ്പർമാൻ, ബാറ്റ്മാൻ അതിൽ അഭിനയിച്ച ആക്ടേഴ്സ് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം സൂപ്പർമാൻ അല്ലെങ്കിൽ സ്പൈഡർമാൻ അല്ലെങ്കിൽ ബാറ്റ്മാൻ അല്ലെ? അങ്ങനെ വരുമ്പോൾ ഞാൻ ആദ്യം കണ്ട സൂപ്പർമാൻ സീരീസിലെ ക്രിസ്റ്റഫർ റീവ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സൂപ്പർമാൻ. അതുപോലെ തന്നെ ഒരു സൂപ്പർമാൻ സിനിമ തിയേറ്ററിൽ ആദ്യം പോയി കണ്ടത് സൂപ്പർമാൻ മാൻ ഓഫ് സ്റ്റീൽ, അതായത് ഹെൻറി കാവിൽ അഭിനയിച്ച സൂപ്പർമാൻ ആയിരുന്നു. സൂപ്പർമാൻ്റെതായിട്ട് ഒരുപാട് TV സീരിയൽസും സീരീസും മൂവീസും വന്നിട്ടുണ്ടെങ്കിലും ഇഫ് ഐ എം നോട്ട് റോങ്, ഇപ്പോൾ 2025 ഇറങ്ങിയിട്ടുള്ള ഈ സൂപ്പർമാൻ ഐ തിങ്ക് ഇതൊരു 10ാമത്തെ സൂപ്പർമാൻ മൂവി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് സൂപ്പർ ഹീറോസ് നമുക്കുണ്ടെങ്കിലും എവർഗ്രീൻ ആയ ഐക്കോണിക് ആയ അല്ലെങ്കിൽ എന്താ പറയാ, ഒരു ട്രൂ സൂപ്പർ ഹീറോ എന്ന് പറയുന്നത് സൂപ്പർമാൻ ആണെന്നാണ് അറിയപ്പെടുന്നത്. ഇനി സൂപ്പർമാൻ ആരാണ്, എവിടെ നിന്ന് വന്നു എന്ന് അറിയാത്തവർക്കായിട്ട് ഞാൻ രണ്ടു വാക്ക് പറയാം. ഈ സൂപ്പർമാൻ എന്ന് പറയുന്ന ബാക്ക് സ്റ്റോറിയിലുള്ളത് സൂപ്പർമാൻ ഒരു ഏലിയൻ ആണെന്നാണ്, ഒരു അന്യഗ്രഹ ജീവിയാണ് എന്നാണ് പറയുന്നത്. അതായത് സൂപ്പർമാൻ ക്രിപ്റ്റോൺ എന്ന ഗ്രഹത്തിൽ നിന്നും അവിടെ ഒരു സയന്റിസ്റ്റ് ആയിട്ടുള്ള ദമ്പതിമാരുടെ മകനായിട്ടുള്ള സൂപ്പർമാനെ ആ ക്രിപ്റ്റോൺ എന്ന ഗ്രഹം നശിക്കാനായപ്പോൾ അവിടുന്ന് ഇവർ ഭൂമിയിലേക്ക് അയച്ചതാണെന്നും ഭൂമിയിൽ വന്ന് ഇവിടെ വന്ന് ഒരു സാധാ മനുഷ്യനായി മാറുകയും പിന്നീട് സൂപ്പർമാൻ ആവുകയും അങ്ങനെയാണ് അതിന്റെ ബാക്ക് സ്റ്റോറി പോകുന്നത്. 1970കളിലും 80കളിലും ഇറങ്ങിയ സൂപ്പർമാൻ 1, 2, 3, 4 കഴിഞ്ഞാൽ പിന്നീട് ഇറങ്ങിയ 2000 കാലഘട്ടങ്ങളിലെ മൂവീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ 2013 ഇറങ്ങിയ സൂപ്പർമാൻ മാൻ ഓഫ് സ്റ്റീൽ എന്ന ആ മൂവിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഐക്കോണിക് ആയിട്ട് നിൽക്കുന്നത്. മറ്റ് സൂപ്പർ ഹീറോസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സൂപ്പർമാൻ മൂവീസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സൂപ്പർമാന്റെ പവർ അല്ല അതിന്റെ ഇമ്പോർട്ടന്റ്, സൂപ്പർമാൻ പവർ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു, എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നതിലാണ് ഇതിന്റെ ഒരു പ്രത്യേകത, സൂപ്പർമാൻ മൂവീസിന്റെ പ്രത്യേകത. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ 2025 ഇറങ്ങിയ ഈ സൂപ്പർമാൻ മൂവി ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഒരു ഫൺ വാച്ച് അല്ലെങ്കിൽ വൺ ടൈം അല്ലെങ്കിൽ ഒരു ആവറേജ് വാച്ച് എന്നൊരു അനുഭവം അല്ലാതെ വളരെ ഒരു ഭയങ്കരമായ ഒരു അനുഭവം എനിക്ക് തന്നില്ല. വളരെ പ്രശസ്തനായ ജെയിംസ് ഗൺ, അതായത് നമ്മുടെ ഗാർഡിയൻസ് ഓഫ് ഗാലക്സി ഒക്കെ സംവിധാനം ചെയ്ത ജെയിംസ് ഗൺ ആണ് ഈ പുതിയ സൂപ്പർമാന്റെ ഡയറക്ടറായിട്ട് വന്നിരിക്കുന്നത്. പുതിയ സൂപ്പർമാന്റെ സ്റ്റോറി എന്ന് വൺ ലൈൻ പറയുകയാണെങ്കിൽ സൂപ്പർമാൻ കാരണം ഒരു ഇഷ്യൂ ഉണ്ടാകുന്നു, പിന്നെ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട്, ആ പ്രതിസന്ധി എങ്ങനെ സൂപ്പർമാൻ നേരിടുന്നു എന്നൊക്കെയാണ് ഈ പുതിയ സൂപ്പർമാന്റെ ഒരു വൺ ലൈൻ സ്റ്റോറി എന്ന് പറയുന്നത്. പുതിയ സൂപ്പർമാനെ കുറിച്ച് പറയുകയാണെങ്കിൽ പഴയ കാലഘട്ടങ്ങളിലെ ഒരു ഹ്യൂമറസ് എലമെന്റ്സും ക്രിസ്റ്റഫർ റിവ് ചെയ്ത കുറച്ച് ഹ്യൂമറസ് എലമെന്റ്സും ഒരു ഫൺ മോഡും പ്ലസ് ഈ പറഞ്ഞ ഹെൻറി കാവിൽ ചെയ്ത, അതായത് ഹെൻറി കാവിൽ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൺ ഹെവി സംഭവമായിരുന്നു മാൻ ഓഫ് സ്റ്റീലിൽ ചെയ്തത്. ഭയങ്കര മസ്കുലർ ബോഡിയാണ് പുള്ളിയുടെ. അതുപോലെ ആ ഒരു സൂപ്പർമാന്റെ ഒരു ഫൺ മോഡൊന്നും ഇല്ലാത്ത ഒരു ഹെവി സീരിയസ് മോഡിൽ പിടിച്ച സിനിമയായിരുന്നു മാൻ ഓഫ് സ്റ്റീൽ. അപ്പൊ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ പരിപാടിയാണെങ്കിലും ഈ പുതിയ സൂപ്പർമാൻ കൂടുതലും ഒരു ഫൺ മോഡ് ആണ് അവർ പിടിക്കാൻ നോക്കിയത്. പക്ഷെ കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ പാളിപ്പോയതായിട്ട് എനിക്ക് തോന്നിയിരുന്നു. പിന്നെ എനിക്ക് തോന്നിയത് അതിൽ ക്രിപ്റ്റോ എന്ന് പറഞ്ഞ ഡോഗ് അത് വളരെ കിടിലനായിട്ട് വന്നിരുന്നു. അതാണ് അതിന്റെ മെയിൻ പോസിറ്റീവായിട്ട് എനിക്ക് പുതിയ സൂപ്പർമാനിൽ തോന്നിയത്. അതുപോലെ പിന്നെ DC യൂണിവേഴ്സിലെ കുറെ ക്യാരക്ടേഴ്സിനെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അത് വളരെ കുറച്ച് അരോചകമായിട്ട് തോന്നി, കാരണം കുറെ കുത്തി നിറച്ചിട്ടുള്ള കുറെ ക്യാരക്ടേഴ്സും കുറെ ഡെവലപ്മെന്റ് ചെയ്യാതെ വളരെ വന്നു പോകുന്നു എന്നുള്ള രീതിയിലുള്ള പരിപാടികളും അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ നിങ്ങൾ കൂടുതൽ എക്സ്പെക്ടേഷനോട് കൂടി ഈ സൂപ്പർമാൻ കാണണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. ജസ്റ്റ് ഒരു ഫൺ വാച്ച്, വൺ ടൈം വാച്ച്, ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസിന് വേണ്ടി കാണാം എന്ന് വെച്ച് നമ്മുടെ പഴയ ആ ഒരു നൊസ്റ്റാൾജിക് ഒരു ഫീലിങ്സ് ഇതിൽ കിട്ടുന്നു എനിക്ക് തോന്നുന്നില്ല. അതായത് ഹ്യൂമൻ ഇമോഷൻസും എല്ലാം കൂടിയിട്ടുള്ള ഒരു സൂപ്പർമാൻ ആണ്. അതായത് ഭയങ്കര മസ്കുലർ അല്ല, അല്ലെങ്കിൽ ഭയങ്കര സൂപ്പർ പവേഴ്സ് ഒന്നും അധികം കാണിക്കാതെ എന്നാൽ ഒരു ഹ്യൂമൻ ഇമോഷൻസുമായി പോകുന്ന ഒരു നോർമൽ ഒരു സൂപ്പർമാൻ ആയിട്ടാണ് എനിക്ക് ഈ സൂപ്പർമാൻ തോന്നിയത്. അപ്പൊ അതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പൊ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയാം. അപ്പൊ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.